കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കും സാമൂഹിക അസ്വസ്ഥതകൾക്കും വഴിവെച്ച കേരയിൽ പദ്ധതി യുഡിഎഫ് സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കിയിരുന്നു. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയും പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിച്ചും നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിക്ക് അന്ത്യം കുറിച്ചതോടെ സംസ്ഥാനത്തിന്റെ യാത്രാക്ലേശത്തിന് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ബദൽ മാർഗങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ പേരിലിറങ്ങിയ വിവാദ പദ്ധതികൾ ഒഴിവാക്കുമ്പോഴും നാടിന്റെ യഥാർത്ഥ പുരോഗതിക്ക് തങ്ങൾ എതിരല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന നിലപാടാണ് പുതിയ യുഡിഎഫ് സർക്കാർ സ്വീകരിക്കുന്നത്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള വികസനമല്ല, മറിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വി.ഡി. സതീശൻ സർക്കാർ പുതിയൊരു യാത്രാ വിപ്ലവത്തിന് തുടക്കമിടുകയാണ്. കേരളിന് പകരമായി വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അത്യാധുനിക വേഗമേറിയ ട്രെയിനുകൾക്കും ഗുഡ്സ് തീവണ്ടികൾക്കും ഒരേപോലെ സഞ്ചരിക്കാനാവുന്ന തരത്തിലുള്ള പുതിയ ബ്രോഡ് ഗേജ് അതിവേഗ റെയിൽ ഇടനാഴി നടപ്പാക്കാനാണ് വി.ഡി. സതീശൻ സർക്കാർ നിലവിൽ ലക്ഷ്യമിടുന്നത്. കേരയിൽ പദ്ധതിയിലെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് അത് സ്റ്റാൻഡേർഡ് ഗേജ് പാതയായിരുന്നു എന്നതാണ്. അതിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ സാധാരണ ട്രെയിനുകൾക്കോ ചരക്കുവണ്ടികൾക്കോ സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ പുതിയതായി വിഭാവനം ചെയ്യുന്ന ബ്രോഡ് ഗേജ് അതിവേഗ പാത ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖലയുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ചരക്കുനീക്കം സുഗമമാക്കുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ ഉണർവ് നൽകുകയും ചെയ്യുന്നതാണ്. ഈ ബൃഹത്തായ ബദൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി മെട്രോമാൻ ഇ ശ്രീധരന്റെ നേരിട്ടുള്ള സഹായവും ഉപദേശവും തേടി ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കുക. റെയിൽവേ വികസന രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പരിചയ സമ്പത്തുള്ള ഇ ശ്രീധരന്റെ ദീർഘവീക്ഷണം പദ്ധതിയുടെ കൃത്യതയും സുതാര്യതയും വർദ്ധിപ്പിക്കും. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയും കുറഞ്ഞ ചെലവിലും എങ്ങനെ അതിവേഗ റെയിൽ ഇടനാഴി നിർമ്മിക്കാം എന്നതിന്റെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നിർണായകമാകും. പുതിയ അതിവേഗ പാതയ്ക്കായി സംസ്ഥാനത്ത് അതീവ ശാസ്ത്രീയമായ ഒരു സാധ്യതാ പഠനം ഉടൻ തന്നെ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരയിൽ പദ്ധതി റദ്ദാക്കിയ സാഹചര്യത്തിൽ ജനങ്ങളിൽ കടുത്ത ആശങ്കയും ഭീതിയും വിതച്ച് 11 ജില്ലകളായി സ്ഥാപിച്ചിരുന്ന 8000-ഓളം വരുന്ന വിവാദ മഞ്ഞക്കുറ്റികൾ എത്രയും വേഗം പിഴുതുമാറ്റാൻ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ഉത്തരവിട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വന്തം വീടുകളിലും കൃഷിയിടങ്ങളിലും ബലം പ്രയോഗിച്ച് സ്ഥാപിച്ച ഈ മഞ്ഞക്കുറ്റികൾ കഴിഞ്ഞ സർക്കാരിന്റെ കടുംപിടുത്തത്തിന്റെ പ്രതീകങ്ങളെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. ഏകദേശം 1.62 കോടി രൂപയുടെ ഭീമമായ തുക ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചായിരുന്നു മുൻ സർക്കാർ ഈ കുറ്റികൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തങ്ങളുടെ ഭൂമിയിൽ യാതൊരുവിധ അവകാശവും ഇല്ലാതിരുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്കാണ് ഈ തീരുമാനത്തിലൂടെ വലിയൊരു ആശ്വാസം ലഭിക്കുന്നത്. വികസനത്തിന് എതിരല്ല യുഡിഎഫ് സർക്കാർ എന്ന് അടിവരയിട്ട് പറയുന്നതാണ് കേരയിൽ ഉപേക്ഷിച്ച ശേഷമുള്ള സർക്കാരിന്റെ ഈ പുതിയ നീക്കങ്ങൾ. മുൻപ് പദ്ധതിക്കെതിരെ പ്രക്ഷോഭം നയിച്ചപ്പോൾ വികസന വിരുദ്ധർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ബദൽ നയങ്ങൾ. ഒരു നാടിന് വികസനം വേണം, എന്നാൽ അത് അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടോ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടോ ആകരുതെന്ന ശക്തമായ നിലപാടാണ് സർക്കാരിനുള്ളത്. പ്രകൃതിയെ തകിടം മറിച്ചും സംസ്ഥാനത്തെ വലിയൊരു കടക്കെണിയിലേക്ക് തള്ളിവിട്ടു നടപ്പാക്കാൻ ശ്രമിച്ച അപ്രായോഗികമായ കേരയിൽ പദ്ധതിക്ക് പകരമായി നാടിന് അനുയോജ്യമായതും സുരക്ഷിതമായതുമായ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് യഥാർത്ഥ വികസന നായകർ ചെയ്യേണ്ടത്. ആ ദൗത്യമാണ് ഈ ശ്രീധരനെ പോലെയുള്ള വിദഗ്ധരുടെ സഹായത്തോടെ യുഡിഎഫ് സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്.